കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താണ് ലളിതാംബിക അന്തർജന സാംസ്കാരിക സമുച്ചയ പദ്ധതി? 45 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിയാണ് എനിക്ക് പിറകിലായി വരുവാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുവാനുള്ള പദ്ധതിയാണ് കങ്ങഴ പഞ്ചായത്തിൽ വരുവാൻ പോകുന്നത്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കങ്ങഴയെ ഒരു കുഗ്രാമം എന്നാണ് വിളിച്ചത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് ഇവിടെ നമുക്ക് പിറകിലായി ഇവിടെ നല്ലൊരു സാംസ്കാരിക പദ്ധതി നടപ്പിലാകുന്നതോടെ എല്ലാവർക്കും ബോധ്യപ്പെടും. അതിനെയാണല്ലോ തടയിടുവാൻ അവർ ശ്രമിക്കുന്നതും. ഇനി എന്തൊക്കെയാണ് ഇവിടെ വരുന്നതെന്നറിയണ്ടേ? 1200 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു തിയേറ്റർ മാതൃകയിലുള്ള അത്യാധുനിക കൺവെൻഷൻ സെന്റർ, 600 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന അതിവിശാലമായ ഡൈനിങ് ഹാൾ, സംഗീതം, നൃത്തം, നാടകം, പ്രഭാഷണങ്ങൾ, ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള വേദിയായി ഉപയോഗിക്കാവുന്ന 2000 പേർക്ക് വരെ ഇരിക്കാവുന്ന, ഒന്ന് ആലോചിച്ച് നോക്കണം, 2000 പേർക്ക് വരെ ഇരിക്കാവുന്ന ഒരു വലിയ ഓപ്പൺ തിയേറ്റർ, സെമിനാറുകൾ, കോൺഫറൻസുകൾ, വർക്ക്ഷോപ്പുകൾ മുതലായവയ്ക്കുള്ള വ്യത്യസ്ത ശേഷിയുള്ള 2 ഹൈടെക് ഹാളുകൾ, സിനിമ ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട സൗണ്ട് റെക്കോർഡിംഗ്, ക്രോം റെക്കോർഡിംഗ്, എഡിറ്റിംഗ് എന്നിവ അടക്കം ആധുനിക സംവിധാനങ്ങളുള്ള ഫിലിം പ്രൊഡക്ഷൻ യൂണിറ്റ്, അത് പ്രദർശിപ്പിക്കുന്നതിനും അല്ലാത്ത സമയങ്ങളിൽ കൊമേഴ്സ്യൽ ചലച്ചിത്രങ്ങൾക്കായുള്ള 360 പേർക്ക് ഇരിക്കാവുന്ന തിയേറ്റർ, ലോകത്ത് എവിടെയുമുള്ള കലാരൂപങ്ങൾ വെർച്വലായി കാണുന്നതിനു വേണ്ടി കനോപ്പി തിയേറ്റർ, വിവിധ ആവശ്യങ്ങൾക്കായി സന്ദർശിക്കുവാനുള്ള ഡോർമെട്രി, ചിത്രകലയ്ക്കും ഫോട്ടോഗ്രാഫിക്കുമുള്ള പ്രദർശന സ്റ്റാളുകൾ, ലൈബ്രറി, വായനാമുറി, കഫ്റ്റീരിയ, കാറ്ററിംഗ് യൂണിറ്റ്, വാഷ്റൂമുകൾ, റിസപ്ഷൻ, വെയിറ്റിംഗ് ലോഞ്ച്, 200-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ്, കുട്ടികളുടെ പാർക്ക്, മുതിർന്നവർക്കുള്ള വാക്കിംഗ് ഗ്രൗണ്ട് മുതലായ പൊതു സൗകര്യങ്ങളെല്ലാം ഈ പദ്ധതിയിലുണ്ട്. സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നാൽ കുറേയധികം കെട്ടിടങ്ങൾ പണിത് കാട് കയറി കിടക്കുന്ന സംവിധാനമേ അല്ല. ഇവിടെ നടപ്പാകാൻ പോകുന്നത് കിഫ്ബി മുഖേന നടപ്പാക്കുന്ന ഈ നിർമ്മിതിയിൽ വരുമാനം തിരികെ സർക്കാരിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിനായി സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഗവേണിംഗ് ബോർഡുമുണ്ട്. സമൃദ്ധമായ ജലലഭ്യത, ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകൾ, മികച്ച റോഡ് സൗകര്യം എന്നിവയെല്ലാം ലഭ്യമായ ഒരു പ്രദേശം. എന്തുകൊണ്ടും ഈ പദ്ധതിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെ. അന്നത്തെ ജില്ലാ കളക്ടറും സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുമാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ജയരാജ് സാർ MLA എന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെയും വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും എല്ലാ നടപടികളും പൂർത്തിയാക്കി സർക്കാരിൽ നിന്ന് പദ്ധതി സമർപ്പിച്ച് അംഗീകാരം നേടിയെടുത്തു. ഇത്തരം വലിയൊരു പദ്ധതിയെ എതിർക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് കങ്ങഴയിലെ കോൺഗ്രസ്സുകാർക്കുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ എപ്പിസോഡ് ഇട്ടതിന് ശേഷം ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്തിന് കുറച്ചു നേരം മുമ്പ് ഷെറിൻ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. എന്തോ വലിയൊരു കണ്ടുപിടുത്തം. ഈ വിവരങ്ങളൊക്കെ നിങ്ങളുടെ ആദ്യ പോസ്റ്റിന് കീഴിൽ തന്നെ കമന്റുകളായി വന്നിട്ടുണ്ടല്ലോ. പുതുതായി നിങ്ങൾക്കൊന്നും തന്നെ കണ്ടുപിടിക്കാനായിട്ടുമില്ല. അതിന് കാരണം എന്താണെന്നോ? അങ്ങനെ ഒരു നിങ്ങൾ വാദിക്കുന്ന പോലെ ഒരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ടേ ഇല്ല എന്നാണ് അതിനർത്ഥം. മൈലാടിയിലെ ഐറാസ് എടുത്താൽ, ഐറാസ് വരുന്നതിന് മുമ്പ് അവിടെ ഒരു ബസ് പോലും നിർത്തിയിരുന്നില്ല. അതിനെതിരെ സമരം ചെയ്ത സംഘടനയാണ് DYFI. അന്ന് ഒരുപാട് സമരം ചെയ്തിട്ടുമുണ്ട്. ഐറാസ് വന്നതിന് ശേഷമാണ് ആ ഭാഗമൊക്കെ ഒന്ന് തെളിഞ്ഞതും ഒരുപാട് ആളുകൾ അവിടെ വരാൻ തുടങ്ങിയതും ആ ഒരു സ്ഥലം വികസിച്ചതുമൊക്കെ. അതേപോലെ തന്നെ ഈ പദ്ധതി വന്നാൽ ഇവിടെയും വളരും, ഇവിടെയും വികസിക്കും. അതിന് ഒരു സംശയവും തർക്കവും നിങ്ങൾക്ക് വേണ്ട. തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഷെറിനെ നിങ്ങളോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങളുടെ കുന്നിന്റെ മുകളിലുള്ള ഒട്ടും വഴി സൗകര്യം പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലം ടവർ സ്ഥാപിക്കാൻ കൊടുത്ത ആധാരത്തിന്റെയും കരാറിന്റെയും പകർപ്പ് വെളിയിൽ വിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു കുടിസ് സ്ഥലത്ത് 1,40,000 രൂപയ്ക്ക് മുകളിലല്ലേ നിങ്ങൾ വില കാണിച്ചിരിക്കുന്നത്? താങ്കൾ അപ്പോൾ ആരെയാണ് പറ്റിച്ചത്? താങ്കളുടെ വാദം അങ്ങനെയാണല്ലോ. ഈ സ്ഥലത്തിനെ പറ്റി ഉന്നയിക്കുന്ന ആരോപണങ്ങളും അങ്ങനെയാണല്ലോ. അങ്ങനെയെങ്കിൽ ആ സമയം താങ്കൾ ആരെയാണ് പറ്റിച്ചത്? അതുകൂടി താങ്കൾ ഇടുന്ന അടുത്ത വീഡിയോയിലൂടെയോ പോസ്റ്റിലൂടെയോ ഒക്കെ വെളിപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.